വളരെ നല്ലതാണ്. പിന്നെ ഇത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പല രീതിയിലുള്ള പ്രത്യേകിച്ച് വയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങളുണ്ടാകും ഈ പ്രത്യേകിച്ച് ശുക്രന് ഈ ഒരു ആംഗിളിൽ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈവൻ നമുക്ക് ചില ലോക്കർ പോലും ഇങ്ങനെയൊക്കെ ഉള്ള ചില സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഈ ഒരു ഡയറക്ഷനിലെ കഴിവ് ഒരു കാരണവശാലും ബ്ലൂ കളർ പെയിന്റ് ഒരു കാരണവശാലും ഈ ഒരു ഡയറക്ഷനിൽ കൊണ്ടടിക്കാൻ നിൽക്കല്ല, ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ മാതിരി അതേമാതിരി നിങ്ങൾക്ക് വേണമെന്നില്ല ഓറഞ്ച് കളറ് അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് പിങ്ക്, ലൈറ്റ് റെഡായിട്ടുള്ള കളറ്, അതും ഹെവി ആകില്ല, ലൈറ്റ് റെഡായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ടോയ്ലറ്റൊക്കെ അബദ്ധത്തിൽ വന്നിട്ടുള്ള അതിൻ്റെ റെമഡി ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണം സീറോ ബൾബൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ ഷോർട്ട് ലാമ്പ്. പക്ഷേ അതൊന്നും ഫുള്ളായിട്ടുള്ള ഒരു റെമഡി അല്ല. ഇങ്ങനെയുള്ള ഇൻകറക്റ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് വാസ്തു കഴിവതും ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ ശുക്രൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ട് നമുക്കിനി നോക്കാം ആർക്കൊക്കെ ശുക്രന് എങ്ങനെയൊക്കെ ഏതൊക്കെ രാശിയിലാണ്, അപ്പോൾ എങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മേടൻ രാശി, മേടൻ രാശിയുടെ നക്ഷത്രാധിപൻ എന്ന ചൊവ്വാണ്. അതുപോലെ ഈ മേടൻ രാശിപ്പെട്ട നാളുകൾ എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക.